എടി ആരെ ഇവിടെ അല്ലെങ്കിലേ സമാധാനവും ഇല്ല. ഇനി അവൾമാരും കൂടെ കെട്ടിയെടുത്ത ഉള്ള സമാധാനവും കൂടെ പോകും. ആ രവിച്ചേട്ടൻ പറഞ്ഞത് അവരെങ്ങ് നാളെ എത്തുന്ന. ഇനി അവളുമാര് വന്നാ നാളെ നമ്മളങ്ങ് സൈഡാവോ? നീ അത് വിട്. ഇതിന് മുന്നേ ഇവിടെ 2-3 പേര് വന്നതല്ലേ. അന്ന് നമ്മൾ അവരെ വെട്ടിയും കിറക്കിയെടുത്ത് ഓടിച്ചതാണല്ലോ. അതുകൊണ്ട് ഇത് അത്ര വലിയ കാര്യമൊന്നും അല്ല. അവളുമാരിങ്ങ് വരട്ടെ. നാളെ 8ന്റെ പണി നമുക്ക് അവർക്ക് കൊടുക്കാം. അല്ല ഇനി ആ തള്ള നമ്മുടെ പ്ലാനും പൊളിക്കോ? ആ തള്ള വരുവാണെങ്കിലേ 16ന്റെ പണി നമുക്ക് കൊടുക്കാം. എന്താ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ കുറുമാക്കറിയാം. ആ റിച്ച് ഫുഡൊക്കെ ആണല്ലോ ഇന്ന്. പിന്നെ അതെ, ഇന്ന് പുതിയ പിള്ളേർ വരികയല്ലേ, അപ്പോൾ ഒരു ചെറിയ ക്യാൻവാസ് കൂട്ടത്തിൽ എനിക്കൊരു സെൽഫി വരും. ഞാൻ വന്നപ്പോൾ ഇതൊന്നും കണ്ടില്ലല്ലോ. ഒരു ഉണക്കപ്പൊട്ടും ഇവിടെ വെച്ച് അവിടെ നിന്ന് ഒരു ഗ്രീൻ പീസ് കയറി. നിങ്ങൾക്കല്ലേ ആ അന്ന് വന്ന ഗ്രീൻ പീസ് തന്നെ ഇത്തിരി കൂടുതലാണോ എന്ന് ഇപ്പോൾ എനിക്ക് സംശയമുണ്ട്. ഇതേ കുറച്ച് റിച്ച് പിള്ളേരാ, സോ റിച്ച് ഫുഡ് തന്നെ വേണ്ടി വരും. ആ കാണുന്ന മുന്നേ തീരുമാനിച്ചാണ്. ഓ തീരുമാനിച്ചു. എന്തേ കുഴപ്പമുണ്ടോ? നല്ല വീടല്ലേ? അതെ, എനിക്ക് ഇഷ്ടമായി. സൂപ്പറാ. ആരും ഇല്ലേ മാഡം? ഹലോ, വെയിറ്റ് ചെയ്യാം. നിങ്ങളല്ലേ ഇവിടെ വരും എന്ന് പറഞ്ഞ കുട്ടികളെ? അതെ മാഡം. വരും, അതോട്ട് വരും. നേരത്തെ വന്നല്ലോ. ഞങ്ങളെല്ലാ കാര്യത്തിലും കുറച്ച് പങ്ക്ച്വലാ. വരും വരും. കേറാൻ വരട്ടെ, കേറാൻ വരട്ടെ. ഇത് ഇവിടെ താമസിക്കുന്ന പിള്ളേരാ, ആര്യയും ദിവ്യയും. നിങ്ങള് കുറെ നാളാ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ആ ഞങ്ങള് കുറച്ചു കാലേ. ഇതിപ്പോ ഞങ്ങള് സ്വന്തം വീട് പോലെയാ. ഇനി മുതല് നമ്മുടെ കൂടെ വീടല്ലേ ചാരും. ഓ അത് പറയാറായില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ പോലെ കുറെ കാലം ഇവിടെ ഉണ്ടാവോ? ഞങ്ങളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീട് ഞങ്ങൾ സ്വന്തമാക്കിയിട്ടേ ഞങ്ങൾ പോവാറുള്ളൂ. ഓ അപ്പൊ കയ്യേറി പാർക്കാനുള്ള ഉദ്ദേശമായിട്ടാണ് വരവ്. ബാക്കി നമുക്ക് പിന്നീട് വിശദീകരിച്ച് പരിചയപ്പെടാം. അതെ അതെ, വീട്ടിനകത്തോട്ട് വാ, വീട് റൂമൊക്കെ കാണാം. വാ, റൂമൊക്കെ നമുക്ക് പിന്നെ കാണാം. ആദ്യം വെള്ളം കുടിക്കും. ഇതൊക്കെ കുടിച്ചിട്ട് നിങ്ങളകത്തോട്ട് വരും. അല്ല, നിങ്ങൾക്ക് റൂംസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായല്ലോ അല്ലേ? ഇഷ്ടമായി മാഡം. ഇനി ഒരു കാര്യം ചെയ്യും, ഇതാ ഇയാളെ പരിചയപ്പെടും. ഇദ്ദേഹമാണ് രവി. നമസ്കാരം. നമ്മുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കുക്കാണ്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല. നിങ്ങൾക്കുള്ള ഫുഡൊക്കെ ഇവിടെ റെഡിയാണ്. എന്താ ചേട്ടാ കഴിക്കാന്? അല്ല, അത് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോ മുതലേ ഒരു വീടിന്റെ വൈഭവൊക്കെ കിട്ടി. അതുകൊണ്ടാണ്. അതിനെന്താ, നിങ്ങൾക്ക് എന്ത് ഫുഡ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അത് നമുക്കിവിടെ ഉണ്ടാക്കാം. പിന്നെ കോസ്റ്റ്ലി ഫുഡൊക്കെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അത് മാഡത്തിൻ്റെയും കൂടെ ഒരു അനുവാദം വേണം. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് മെനു ഒന്നുമില്ല. ഇവിടെ എന്താണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഓക്കെയാണ്. എന്തായാലും മാഡം ഞങ്ങളത് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് കഴിച്ചപ്പോ. ആ, അങ്ങനെ വേണം പെൺകുട്ടികളായാൽ. യാത്ര കഴിഞ്ഞ് വന്നാ നേരെ കൈ കഴിക്കുകയല്ല, ഫ്രഷായിട്ട് വൃത്തിയായിട്ട് കഴിക്കാൻ നിൽക്കുക. ചെല്ല്, പോയി കുളിച്ച് കഴിക്കാൻ നിൽക്കും. ഓക്കെ മാഡം. ചെല്ല് ചെല്ല്. രവിച്ചേട്ടാ, അതെന്താ ഞങ്ങളോട് സ്നേഹം ഒലിപ്പേരും അവരുടെ കാണിക്കണേ? അതെന്താ ഞങ്ങൾ തന്ന പൈസയല്ലേ? അതും ഇതുമൊക്കെ ഒരുപാട് മാറ്റമുണ്ട് മോളെ. എന്ത് മാറ്റം?
അതൊക്കെ വഴിയേ മനസ്സിലായിക്കോളൂ. എന്തായാലും ചേട്ടൻ്റെ ഫുഡും കഴിച്ച് അതേ കാലം ഇവരുണ്ടാവുന്നു ചേട്ടൻ കരുതണ്ട. അതെ. അവരിങ്ങി വന്ന് ഒട്ടും ഇഷ്ടമായില്ല അല്ലേ? ആര് പറഞ്ഞു? ഇതൊക്കെ പ്രത്യേകിച്ച് പറയണോ? നിങ്ങളുടെ മുഖത്ത് എഴുതി വെച്ചേക്കല്ലേ? അവരിവിടെ താമസമാക്കിയാലേ നിങ്ങൾക്ക് മെയിനാവാൻ ഒക്കില്ലല്ലോ. ഒന്ന് പോ ചേട്ടാ. അവര് വന്നോണ്ടാ ഞങ്ങൾക്ക് ആശ്വാസമായത്. ഇപ്പൊ ഈ വീട്ടിൽ കുറച്ച് ഒച്ച അനക്കൊക്കെ ഉണ്ടല്ലോ, അത് മതി. അത് ശരിയാ. അവരുടെ ഒച്ച ഇവിടെ പൊങ്ങിയാലേ ചില ഒച്ചകൾ ഇവിടെ താഴും. എല്ലാരും കൂടെ നമ്മളെ പുറത്താക്കി സൈഡാക്കാനുള്ള പ്ലാൻ ആണോ ആര്? ആരാ പുറത്താകുന്നതെന്ന് നീ കണ്ടോ? ഇല്ലെന്ത് പെട്ടെന്നായിപ്പോയല്ലേ? അതെ, നീ ആ വീട് മിസ് ചെയ്യുന്നുണ്ടാ? പിന്നില്ലേ, എന്ത് രസമായിരുന്നു. അത് നമ്മുടെ ഒരു ലോകമായിരുന്നു അല്ലേ? കുഴപ്പമില്ല, പതിയെ നമുക്കും ഇത് സെറ്റപ്പ് ആക്കി എടുക്കാം. സംഭവം സെറ്റപ്പൊക്കെ ആക്കി എടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇവിടുത്തെ 1-2 പേരെ എന്തോ നമ്മളെ വലിയ താല്പര്യമില്ലാത്ത പോലെയൊക്കെ ഫീൽ ചെയ്തു. അതെന്താ, അവർ നിന്നോട് വല്ലതും പറഞ്ഞാ? എന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷെ പെരുമാറ്റം കണ്ടാൽ മനസ്സിലാക്കാമല്ലോ. നിനക്കൊല്ലം തോന്നിയാ? ശരിയാ, ഒരു മുഖത്തൊക്കെ ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ആ വെൽക്കം ഡ്രിങ്ക് കൊണ്ട് തന്നപ്പോ നീ ശ്രദ്ധിച്ചാ? അതുകൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു. അത് അപ്പൊ പറയണമെന്ന് വെച്ച് വിട്ട്. എടി, സാധാരണ നമ്മളിങ്ങനെ PG-യിലും ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുമല്ലോ, അപ്പൊ ഈ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ആരെങ്കിലും കൊണ്ടുതരും. അതും അവിടെ നിൽക്കുന്ന പിള്ളേര്. ഇപ്പൊ ഇതിനകത്ത് കുക്കും കൂടി ഉള്ളതുകൊണ്ട് എന്തായാലും കുക്കല്ലേ കൊണ്ടു തരേണ്ട ആവശ്യമുള്ളൂ. ശരിയാണ്. ഇടയ്ക്കിടയ്ക്കുള്ള കോർണർ ചെയ്തുള്ള ഒരു നോട്ടം ഉണ്ടല്ലോ, അതിലെനിക്ക് അത്ര പിടിച്ചിട്ടില്ല കേട്ടാ. പണിയാവുന്നു തോന്നുന്നുണ്ട്. നോക്കാം. അടിയാവേണ്ടി വരുമോ? അടിയാവാനാ? അടിയാലെന്താ, അതൊക്കെയല്ലേ ഒരു രസം. എന്റെ പൊന്നു മോളെ, നമ്മള് താമസിച്ചോണ്ടിരുന്ന സമയത്തെ നീയൊക്കെ വന്നതിന് മുന്നേ, അപ്പോഴത്തെ കഥ ഞാൻ പറയുന്നത്, ഇതേപോലെ എത്രണ്ണത്തിനെ കണ്ടേക്കുന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കൂടുതലും ഉണ്ടാക്കിയിട്ടുള്ള ഇടി തന്നെയാണ്. വെറുതെ കയറിയങ്ങ് ചോറ് നമ്മൾ കുട്ടിക്കില്ല നല്ലത്. അതുപോലത്തെ ഐറ്റങ്ങളൊന്നും അല്ലെന്നാ തോന്നിയുള്ളൂ, മറ്റേ അതിൽ മുറ്റാന്ന് എനിക്ക് തോന്നണേ. ചുമ്മാതെ ചിരിപ്പിക്കല്ലേ നീ എന്നെ. അതെന്തോ എനിക്ക് തോന്നുന്നതേ, മറ്റേ അതിനകത്തൊരു എത്തിണ്ടല്ലോ, ഇവിടെ വല്ല ആര്യയോ, അവള് ട്രാൻസ് അല്ലേ? ഞാടും അവളെ ഇവിടെ നിർത്തുന്നില്ലേ? ട്രാൻസ് വുമൺ അല്ലേടി? അതിനിപ്പോ എന്താ, നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നത്? ഇപ്പൊ എല്ലാവരും മിക്സ്ഡ് ആയിട്ടൊക്കെ തന്നെയല്ലേ നിക്കുന്നത്. അതൊക്കെ ഇത്ര വലിയ സീനാണ്. അപ്പടി അവരുടെ അടുത്തൊന്നും നീ വിളച്ചിലിറക്കണ്ടാട്ടാ മോളെ. അതിനും വലിയ ഐറ്റങ്ങൾ ഈ വിരൽ തുമ്പിൽ നിർത്തിയിട്ടുള്ള ആളാണ് ഈ ചാരു. എടി, ഇവള് വന്നതിന് മുന്നത്തെ കഥകളൊക്കെ ഒന്ന് വേണേ പറഞ്ഞു കൊടുക്ക്. പപ്പീനറിയോ? കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ട്. അതിനൊക്കെ പപ്പിന്ന് പറഞ്ഞിട്ടൊരു അഡാറ് ഐറ്റം ഉണ്ടായിരുന്നു. മന്ത്രവാദം, ഇടി, പ്രേതമൊക്കെ ആയിരുന്നു കമ്പനിക്കാരട്ടോ. ഇമ്മാതിലൊരു ഐറ്റം ഉണ്ടായിരുന്നു. അതിനൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടു. അറിയോ, എന്നും ഇടിയായിരുന്നു. പക്ഷെ ഒന്നും നമുക്കിപ്പോ വലിയ സീനൊന്നുമില്ല. അതുകൊണ്ട് ഇത് ഈ നിക്കുന്നൊക്കെ നീ ഒരാൾ വിചാരിച്ച കാര്യം നടക്കില്ലല്ലോ. ഇവക്ക് എന്ത് എക്സ്പീരിയൻസ് ഉള്ളത്? ഇടി, ഞാൻ ബോംബെയില് എന്തൊക്കെ ഇടി ഉണ്ടാക്കിയിട്ടുണ്ട്. ധാരാവിയിലൊക്കെ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ പലരായിട്ട് ഇടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പൊന്നെ ബോംബെ തള നിർത്ത്. അല്ല, പറഞ്ഞു കൊടുക്കട്ടെ. വേണ്ട. എന്നാ പിന്നെ എനിക്കുണ്ട് അസബാൻ. ഞാൻ ഒതുക്കിയിട്ടൊക്കെ ഉണ്ട് കൊറേ ആൾക്കാരെ. ശരി, മറ്റേ മുൾമുനയില് നിർത്തിയതായിരിക്കും അല്ലേ? ഹലോ. വരുന്ന. ഹായ്. ഹലോ. ഫ്രഷ് ആയെങ്കിൽ താഴെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നത്. ശരി. ബൈ ദ വൈ, ഇയാളുടെ വീട് എവിടെ? ഞാൻ പത്തനംതിട്ട കോന്നിയില്. അല്ല, നിങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. പേരെന്നാ? എന്റെ പേര് ചാരു. ഞാൻ ടീന. ഐ ആം സ്റ്റെഫി ജാക്സൺ. അല്ല, എന്ത് ചെയ്യുന്നു? ഞാൻ സിനിമയിലൊക്കെ തന്നെ. ഞാൻ ബിസിനസ് ജേർണലിസ്റ്റാ. വലിയ പുള്ളിയാണല്ലോ. ഇവിടെ എനിക്ക് ആന്റിക്കിന്റെ ബിസിനസ് ആണ്. ഏത് ആന്റിക്ക്? ആന്റിക്ക് അങ്കിളിനൊന്നുമല്ല, പുരാവസ്തു ഇല്ലേ, പുരാവസ്തു, അതിന്റെ ബിസിനസ്, എക്സ്പോർട്ടിങ്. പിന്നെ എടോ, ചെറിയ ഡൗട്ടുകളാണ്, എന്നാലും ചോദിച്ച് ക്ലിയർ ആക്കണമല്ലോ. എനിക്ക് ഈ വീട്ടിൽ കയറി വന്നപ്പോൾ തന്നെ വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. ലൈക്ക് എന്തൊക്കെയോ ഒരു വൻ നെഗറ്റീവ് ഒക്കെ പോലെ. ഇല്ല, ശരിക്കും പറഞ്ഞു ഇവരെന്തെങ്കിലും റൂൾസോ അല്ലെങ്കിൽ ഫുഡിൻ്റെ ഒക്കെ കാര്യം എങ്ങനെയാ? എൻ്റെ പൊന്നു ചാരു, ഞാൻ പറയാൻ നിൽക്കുമായിരുന്നു. ഇവിടുത്തെ ഫുഡ് വൃത്തികെട്ട ഫുഡാണ്. മാത്രമല്ല ഈ തള്ളയുടെ ഭരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എവിടെ പോയാലും പ്രശ്നം, വന്നാലും പ്രശ്നം. ആര് കൊണ്ടുവിട്ടു, എന്തിനു കൊണ്ടുവിട്ടു, എപ്പം വന്നു, എവിടെ പോകുന്നു, എന്തൊക്കെ ചോദ്യങ്ങൾ കേൾക്കണം. ഇതൊന്ന് വെള്ളരിക്കാൻ പറ്റണോ? എത്ര വൃത്തികെട്ട സ്ഥലം ഇത്. നിങ്ങൾ ഇതൊക്കെ സഹിച്ചു ഇവിടെ നിന്നത്?
പിന്നെ നമുക്ക് വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കുറച്ചാലും സഹിച്ചു നിന്നു. എനിക്ക് അപ്പോഴേ തോന്നി ഒരു അവലക്ഷണം പിടിച്ചൊരു സ്ഥലം തോന്നിയില്ലേ? പിന്നല്ലാണ്ട്. ഇവിടെ നിക്കണ്ട അധികം. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടോ, ഞങ്ങൾ ആക്ച്വലി ഇങ്ങനെ ഒരു സ്ഥലം തപ്പിയാ വന്നത്. അല്ലേ നമ്മളെ ആക്ച്വലി പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വീട് ലൈഫൊക്കെ കുറച്ച് അടിപൊളിയായിട്ട് കുറച്ച് ആഷ്പോഷായിട്ട് ഉഴപ്പി നശിപ്പിച്ച പിള്ളേരാ. അല്ല ഞാൻ പറയാൻ വരട്ടെ, ബാക്കി കേക്കൂ. അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നശിപ്പിച്ച് അടിച്ചു പൊളിച്ച പിള്ളേരായോണ്ടേ ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങൾ ആരെങ്കിലും ഭരിച്ച് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഈ സമയത്ത് വരണം, ആ സമയത്ത് കിടന്നുറങ്ങണം എന്നൊക്കെ പറഞ്ഞ ഒരു ആളെ വേണമായിരുന്നു. അപ്പൊ നമ്മൾ എത്തിയ സ്ഥലം കറക്റ്റ് ആയല്ലേ? ഈ ലേറ്റ് ആയാലൊക്കെ ചലിന്റെ മേലെ മുട്ടു കുത്തിച്ച് നിർത്തില്ല, അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അതെ, നോക്ക് കുറച്ചാലും നിന്നിട്ട് നിങ്ങൾ ഇത് തീരുമാനിക്കുക കേട്ടോ. ശരി, താഴോട്ട് പോയോ? ഒത്തില്ലല്ലേ വിചാരിച്ച ഇന്ന് തന്നെ നമ്മളെ പോച്ച് പുറത്ത് ചാടിക്കാന്ന് വിചാരിച്ചു. അതൊന്നുമല്ല, മുഖം കണ്ടായിരുന്നോ? എന്റെ ദൈവമേ, എനിക്ക് ചിരി വന്നിട്ടായിരുന്നു. അത് നമ്മുടെ അടുത്ത്. അതെ മക്കളെ, ഞാൻ പറഞ്ഞപ്പോ രണ്ടുപേരും എന്താ പറഞ്ഞേ? അങ്ങനെ തോന്നിയോന്നല്ലേ ചോദിച്ചത്? ചാരു, എനിക്കും തോന്നി അവള് നല്ല വിളഞ്ഞ വിത്താണ്. പിന്നല്ലാണ്ട് അവള് വന്ന് പറഞ്ഞ ആ ടാർഗറ്റ് ചെയ്ത സംഭവം എന്താന്ന് മനസ്സിലായ? ഇനി ഇത് സ്ക്രൂ ചെയ്തിട്ട് നമ്മൾ അങ്ങ് ചെല്ലണം, പ്രശ്നം ഉണ്ടാക്കണം. എങ്ങനെ ഇരിക്കുന്നു? നന്നായിട്ടുണ്ട്. അല്ല അതൊക്കെ പോട്ടെ, സാർ എപ്പോഴാണ് BBC ന്യൂസിൽ വാർത്ത വായിച്ചത്? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. തള്ളിന് വേണ്ടി പറഞ്ഞതല്ലേ? മാരകം തന്നെ. പുതിയ വീട്ടിലോട്ട് മാറിയതേ ഉള്ളൂ, ഇപ്പൊ തന്നെ ഇത് തള്ളി മറിച്ചിടരുത് കേട്ടാ. ശവളം ഞെട്ടി. ഞങ്ങളും നല്ല രീതിക്ക്. അയ്യോ, ഇതൊക്കെ കാണേണ്ടി വരുമോ? നോക്കട്ടെ, ചില്ലറ പണിയൊന്നും കൊടുത്താ പോരപ്പം, 8ന്റെ പണി കൊടുക്കണം. അടാറ് പണി തന്നെ കൊടുക്കണം. പക്ഷെ നമ്മുടെ ഓരോ സ്റ്റെപ്പും ഓരോ നീക്കങ്ങളും സൂക്ഷിച്ചു വേണം. പറയേണ്ട ആവശ്യമൊന്നും. അടുത്ത സെക്കൻഡിൽ പണി വരും മോളെ. എന്തായാലും നമുക്കിപ്പോ പോയി ഫുഡ് കഴിച്ചാലോ? എനിക്ക് തീരെ വിശക്കുന്നില്ല. ഇച്ചിരി മുന്നേ അല്ല അപ്സം അങ്ങോട്ട് അടിച്ചു കയറ്റിയത്. നിനക്ക് വിശക്കുന്നില്ല? എനിക്ക് വിശക്കുന്നുണ്ടാ, കുഴപ്പമില്ല, കുറച്ചുകൊണ്ട് കഴിക്കാം. കുറച്ച് കഴിക്കാം. അവര് നിന്നെ കളിയാക്കിയെന്ന് ഉറപ്പാണോ? പിന്നെ ഉറപ്പല്ലാതെ ഏതെങ്കിലും പെണ്ണുങ്ങൾ പറയോ ഇത്രയും സ്ട്രിക്റ്റ് ആയി PG നിൽക്കണമെന്ന്? അതില്ല. മാത്രല്ല അവരെന്നെ പുറത്താക്കിയെന്ന് സ്നാളത്തിരുന്ന് കൂട്ടച്ചിരിയായിരുന്നു, ഞാൻ അത് കേട്ടതാ. ശരിക്കും പറഞ്ഞ പട്ടിയായല്ലേ? അങ്ങനെ തോറ്റെടുക്കത്തൊന്നുമില്ല, വന്ന ദിവസം നമ്മളൊക്കെ ഇറങ്ങി ചൊറിഞ്ഞവരാ. എന്റെ പേടിനാ മാം അവരുടെ അണ്ടറിലാവോന്നാ. അതെന്തായാലും ഇല്ല. അവർക്കതിൽ 8ന്റെ പണി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് തന്നെയല്ലേ നീ ഇന്നലെ രാത്രി മൊത്തം പറഞ്ഞോണ്ടിരിക്കുന്നത്. അവർക്ക് 8ന്റെ പണി കൊടുക്കാൻ പോയിട്ട് അവസരം നമുക്ക് 16ന്റെ പണി കിട്ടാണ്ടിരുന്നാ മതി. നീ നോക്കിക്കോ മോളെ, അവർ വന്നതുപോലെ തിരിച്ചു പോണത് ഞാൻ കാണിച്ചു തരാം. എന്താ നിന്റെ പ്ലാൻ? ആദ്യ പണി ഫുഡിൽ തന്നെ തുടങ്ങാം. എന്താണ് നിന്റെ പ്ലാൻ? നീ ഉപ്പിന്റെ അടുത്തേ. അയ്യേ, ഇതാണ് നിന്റെ പ്ലാൻ? ഇതൊരു മതി ക്രിഞ്ച് പ്ലാൻ ആയിപ്പോയി. ആർക്കും മനസ്സിലാത്ത രീതിയിൽ പണി കൊടുക്കാനേ എനിക്കറിയാം. നീ സാധാരണ സിനിമകളിലല്ലേ കണ്ടിട്ടുള്ളൂ ഈ ഉപ്പിന്റെ പണി എന്നുള്ളത്? അത് ലോജിക്കില്ലാത്ത പരിപാടി. ഇത് ആരുടെ ലോജിക്കുള്ള പണി? ഈ ആര്യയുടെ ലോജിക്കുള്ളൊന്ന് പണിയൊന്ന് പറഞ്ഞേ. നമ്മുടെ രവിച്ചേൻ്റെ പാകമുള്ള ഉപ്പിന്റെ കൂടെ നമ്മുടെ പാകമില്ലാത്ത ഉപ്പും കൂടെ ആകുമ്പോൾ ഒരു കുക്കിന്റെ കയ്യബദ്ധവും കഴിവുകേടും മനസ്സിലാവും. എങ്ങനെയുണ്ട്? എടി ഭയങ്കരി, നീ പൊളിയാ, നീ വേറെ ലെവലാ. അയ്യോ മാഡം കഴിക്കുന്നില്ലേ? അയ്യോ വേണ്ട വേണ്ട, ഞാൻ കഴിച്ചതാ. ഇപ്പൊ സമയം എന്തായെന്നാ? ഞങ്ങളും സമയത്തിന് തന്നെ ഭക്ഷണം കഴിക്കാറ്. ഇന്ന് പിന്നെ ഷിഫ്റ്റിംഗ് ഒക്കെ ആയതുകൊണ്ടാണ് ലേറ്റ് ആയത്. നല്ല കുട്ടികള്. ഇവിടെ ഇപ്പൊ ഉള്ള കുട്ടികളും ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളും സമയത്ത് കഴിക്കത്തേ ഇല്ല. ഞാൻ പിന്നെ അതൊന്നും അത്ര കാര്യക്കാറില്ല. ഒന്ന് എനിക്ക് എൻ്റെ സ്പെഷ്യൽ കറിയാണേ. നിങ്ങൾ വരണ പ്രമാണിച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. ഒന്ന് ടേസ്റ്റ് ചെയ്തേ. ഓ, ടേസ്റ്റ് ചെയ്യണതിന് മുന്നേ നല്ല മണം വരുന്നു. ഞാൻ അവരോട് വിളിക്കട്ടെ. കറി എടുത്തോ. ഇതെന്തുവാടി, ഉപ്പ് കഴിച്ചിട്ട് ഒരു റിയാക്ഷൻ കൊടുക്കില്ലല്ലോ. ശരിയാണല്ലോ. ഇനി ഒരു ഉപ്പ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണെങ്കിലോ? അതിനൊരു പരിധിയില്ലേ? അത് ശരിയാ. നിങ്ങളിവിടെ നിൽക്കുവാണോ? നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ? അതിന് തന്നെ മാട്ട ഫുഡ് ആർക്ക് വേണം? ഞങ്ങൾ പിന്നെ വന്നോളാം. ഓ, എൻ്റെ മാട്ട ഫുഡ് തന്നെ.
അയ്യോ, ഒരു സംശയം. എന്താ സംശയം? കറിക്ക് ഉപ്പിടാൻ മറന്നുപോയെന്നൊരു സംശയം. തേഞ്ഞു. അയ്യോ, അവരെല്ലാം കഴിക്കുന്നുണ്ടല്ലോ. ഇനി ഇഷ്ടപ്പെടാതെ കഴിക്കുവാണോ? നിങ്ങൾ എവിടത്തെ കുക്കാണ് എന്റെ രവിച്ചേട്ടാ? ഒരു ഉപ്പ് പോലും ഇടാൻ അറിയാണ്ടാണോ കറി ഉണ്ടാക്കുന്നത്? അതൊക്കെ പറ, ആടൻ കേൾക്കും. രവിച്ചേട്ടാ, അയ്യോ, എല്ലാം കുളമായിരുന്നതൊന്ന് തീർന്നു. എന്നാ കുഞ്ഞേ? ഫുഡൊക്കെ എന്ത് ടേസ്റ്റാ, പ്രത്യേകിച്ച് കറി. ആണോ? ഉപ്പൊക്കെ ഉപ്പൊക്കെ പാകം അല്ലേ? അതെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പിടാൻ മറന്നുപോയതല്ല, എനിക്ക് തോന്നിയത്. നിന്റെ ഒടുക്കത്തൊരു ഐഡിയ. ഞാൻ അറിഞ്ഞോ ആ രവിച്ചേട്ടൻ എത്ര വല്ല മണ്ടത്തരം കാണിക്കുന്നു? പിന്നെ എത്ര വട്ടം ഇവിടെ ഉപ്പില്ലാത്ത കറി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലാൻ മൊത്തം മൂഞ്ചി. അങ്ങനെ തോറ്റ് പിന്മാറാൻ ഞാൻ തയ്യാറല്ല. ഇനി അടുത്ത പ്ലാനും കൊണ്ടുവാ. അടുത്ത പ്ലാനൊന്നുമില്ല. എന്തൊക്കെ വന്നാലും ഇവിടുത്തെ സീനിയേഴ്സ് നമ്മളാ. അതുകൊണ്ട് ഇനി എന്ത് വേണം നമ്മൾ തീരുമാനിക്കും. നീ വാ. അരി ഇവിടുത്തെ വീടുകളൊക്കെ എന്ത് രസമല്ലേ? അതെ, ദേ കാക്കമ്മ. ടീനെ ടീനെ അത് ഹെൽപ്പ് ചെയ്യോ? എന്ത് ഹെൽപ്പ്? എനിക്ക് കുറച്ച് തുണി അലക്കാണ്ടടി. ഈ എമർജൻസി ഷിഫ്റ്റിങ്ങിന്റെ ഇടയ്ക്ക് കുറെ അങ്ങ് പെൻഡിങ്. അത് കൊള്ളാലോ. ഞാൻ എന്തിനാ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത്? നീ നിന്റെ തുണിയലക്ക്. അതെന്നെ വർത്തനാടി, എന്റെ ഫ്രണ്ട് അല്ലേ? ഓ, ഫ്രണ്ടാണെന്ന് പറഞ്ഞ തുണിയലക്കാണല്ലോ ജോലി. ചാരുമോളെ വിളിക്കണ്ട. നോ സ്കോപ്പ്. പിന്നെ എന്റെ പിന്നെ നീ അലക്കോ? ചെയ്യും, ഞാൻ ചെയ്തു തരും. വേണ്ട, തൽക്കാലം വേണ്ട, സ്വന്തം അങ്ങ് ചെയ്താൽ മതി. എന്നാ പിന്നെ ഞാൻ തന്നെ അലക്കല്ലേ? ആ, നീ തന്നെ അലക്കിയ പറ്റും. എന്താ അവിടെ ഒരു മാറിയെന്നുള്ള സംസാരം? അതെ, ഇങ്ങനെ മാറിയെന്നുള്ള കളിയും ചീരുന്നും ഇവിടെ വേണ്ട. അതൊക്കെ നിങ്ങളെ റൂമിൽ മതി, കേട്ടല്ലോ? ശരി, ആയിക്കോട്ടെ. എന്നാ പിന്നെ പോയിക്കൂടെ താഴേക്ക്, ഇവിടെ കിടന്ന് കറങ്ങാണ്ട്. എന്താ കേട്ടില്ലേ? അന്ന് പൊക്കോ. പോയില്ലെങ്കിൽ ഇതേ മക്കളെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. വെറുതെ ഷോ ഇറക്കാൻ നിൽക്കല്ലേ, പണി വാങ്ങിച്ചു പോട്ടു. കൈയ്യട് മോളെ. ഇല്ലെങ്കിൽ ഇങ്ങോട്ടാണ് പോയി. ഞങ്ങള് നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടാൻ വരുന്നില്ല. കൂടുതൽ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞ മക്കളെ ഞങ്ങളെക്കാട്ടും വൃത്തിയായിട്ട് ഒരു വേറൊന്നും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ കാര്യം നോക്കി ഇവിടെ മര്യാദക്കിരുന്ന നിങ്ങൾക്ക് കൊള്ളാം. അടി വേഷം കൊട്ടാൻ വന്നിട്ടുണ്ട്. മര്യാദ കാണാൻ രണ്ടുപേർക്കും ഇവിടെ നിൽക്കാം. ഇല്ലാന്നുണ്ടെ രണ്ടിനടുത്ത് വെളി കൊളയും കേട്ടോ.